പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോയിൽ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട 15 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ 15 ചോദ്യത്തിനകത്ത് നിന്ന് നിങ്ങൾക്ക് എത്ര മാർക്ക് വാങ്ങിക്കാനായി കഴിയുന്നു എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും സംസാരിച്ച സമയങ്ങൾ വേണ്ട, ക്ലാസ്സിലേക്ക് തന്നെ കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ യൂറോപ്യൻ യൂണിയൻ സെക്യൂരിറ്റി ഡിഫൻസ് കൺസൾട്ടേഷനുകളുടെ ആദ്യ വേദി എവിടെയെന്നാണ് ചോദ്യം. ശ്രദ്ധിക്കുക, ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സെക്യൂരിറ്റി ആൻഡ് ഡിഫൻസ് കൺസൾട്ടേഷനുകളുടെ ആദ്യ വേദി എവിടെയെന്നാണ് ചോദ്യം. അപ്പോൾ 4 ഓപ്ഷൻസ് ഉണ്ട്. ശരി ഉത്തരം നിങ്ങൾക്കൊന്ന് കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം വരുന്നത്. ബ്രസൽസ്, ബെൽജിയമാണ്. അപ്പോൾ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സെക്യൂരിറ്റി ആൻഡ് ഡിഫൻസ് കൺസൾട്ടേഷനുകളുടെ ആദ്യ വേദി എവിടെയെന്ന് ചോദിച്ചാൽ അത് ബ്രസൽസ്, ബെൽജിയമാണെന്ന് അറിഞ്ഞിരിക്കുക. രണ്ടാമത്തെ ചോദ്യം, മുൻ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനായിട്ടുള്ള മിതാലി രാജിൻ്റെ ജീവചരിത്ര സംബന്ധമായ സിനിമയാണ് സബാഷ് മിതു. ഇതിലെ നായിക ആരെന്നാണ് ചോദ്യം. ശ്രദ്ധിക്കുക, മുൻ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനായിട്ടുള്ള മിതാലി രാജിൻ്റെ ജീവചരിത്ര സംബന്ധമായ സിനിമയാണ് സബാഷ് മിതു. ഇതിലെ നായികയായിട്ട് അഭിനയിക്കുന്നത് തപ്സി പന്നു ആണ്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. അപ്പോൾ മിതാലി രാജിൻ്റെ ജീവചരിത്ര സിനിമയാണ് സബാഷ് മിതു. ഇതിലെ നായികയാണ് തപ്സി പന്നു. അടുത്ത മൂന്നാമത്തെ ചോദ്യം, ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റിയുടെ പുതിയ ഡയറക്ടർ ജനറൽ ആരാണ്? ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റിയുടെ പുതിയ ഡയറക്ടർ ജനറൽ ആരെന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം. സുൽഫിക്കർ ഹസനാണ്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. അപ്പോൾ സുൽഫിക്കർ ഹസനാണ് ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ്റെ നിലവിലത്തെ ഡയറക്ടർ ജനറലായിട്ട് അപ്പോയിൻ്റ് ചെയ്തിട്ടുള്ളത്. സുൽഫിക്കർ ഹസനെയാണെന്ന് അറിഞ്ഞിരിക്കുക. 68ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച നടി ആരെന്നാണ് ചോദ്യം. മികച്ച സിനിമയായി സൂററൈ പൊറോട്ടും, അതുപോലെ തന്നെ മികച്ച നടനായി സൂര്യയും, മികച്ച നടിയായി അപർണ ബാലമുരളിയെയുമാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ 68ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച നടൻ സൂര്യയാണ്, മികച്ച നടിയാരെന്ന് ചോദിച്ചാൽ അപർണ ബാലമുരളിയാണെന്നും കൂടി അറിഞ്ഞിരിക്കുക. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം, 5ാമത്തെ ചോദ്യം, യോഗയിലൂടെ വിട്ടുമാറാത്ത രോഗങ്ങളും ജീവിതശൈലി ക്രമക്കേടുകളും പരിഹരിക്കുന്നതിന് ആയു എന്ന ഹെൽത്ത് ആൻഡ് വെൽനസ് ആപ്പ് പുറത്തിറക്കിയ സംസ്ഥാനം ഏതെന്നാണ് ചോദ്യം. ശ്രദ്ധിക്കുക, യോഗയിലൂടെ വിട്ടുമാറാത്ത രോഗങ്ങളും ജീവിതശൈലി ക്രമക്കേടുകളും പരിഹരിക്കുന്നതിന് ആയു എന്ന് പറയുന്ന ഹെൽത്ത് ആൻഡ് വെൽനസ് ആപ്പ് പുറത്തിറക്കിയ സംസ്ഥാനം ഏതെന്നാണ് നമ്മുടെ 5ാമത്തെ ചോദ്യം. അപ്പോൾ ശരി ഉത്തരം നിങ്ങളെ കൊണ്ട് കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. കർണാടകയാണ് അല്ലേ. അപ്പോൾ യോഗയിലൂടെ വിട്ടുമാറാത്ത രോഗങ്ങളും ജീവിതശൈലി ക്രമക്കേടുകളും പരിഹരിക്കുന്നതിന് ആയു എന്ന ഹെൽത്ത് ആൻഡ് വെൽനസ് ആപ്പ് പുറത്തിറക്കിയ സംസ്ഥാനം ചോദിച്ചാൽ അത് കർണാടകയാണ്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. സംശയമില്ലല്ലോ. ഓക്കെ, നമുക്കടുത്ത് 6ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഹെൻലി പാസ്പോർട്ട് സൂചിക 2022 ഒന്നാമതെത്തിയ രാജ്യം ഏതാണ്? ശ്രദ്ധിക്കുക, ഹെൻലി പാസ്പോർട്ട് സൂചിക 2022 ഒന്നാമതെത്തിയ രാജ്യം ഏതെന്നാണ് ചോദ്യം. ഒന്നാമതെത്തിയത് ജപ്പാനാണ്. ഓപ്ഷൻ ഡി ആണ് കേട്ടോ. അപ്പോൾ ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് 2022 ഫസ്റ്റ് എത്തിയത് ആരാണ്? നമ്മുടെ ജപ്പാനാണ്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. 7ാമത്തെ ചോദ്യം, സേനകളിൽ 4 വർഷത്തെ ഹ്രസ്വകാല സേവനം നടത്തുന്നതിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണെന്ത്? അഗ്നിപഥ് അല്ലേ. അപ്പോൾ ഈ അഗ്നിപഥ് പദ്ധതി ഏത് വകുപ്പിൻ്റെ കീഴിലാണ് വരുന്നതെന്ന് ചോദിച്ചാൽ അത് സൈനിക കാര്യ വകുപ്പാണ് അല്ലേ. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. സൈനിക കാര്യ വകുപ്പിൻ്റെ കീഴിലാണ് സേനകളിൽ 4 വർഷത്തെ ഹ്രസ്വകാല സേവനം നടപ്പിലാക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ അഗ്നിപഥ് പദ്ധതി വരുന്നത്. ശ്രദ്ധിക്കുക, അഗ്നിപഥ് പദ്ധതി ഏത് വകുപ്പിൻ്റെ കീഴിലാണ്? സൈനിക കാര്യ വകുപ്പിൻ്റെ കീഴിലാണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. 8ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ അഡോൾഫ് ഹിറ്റ്ലറുമായി ബന്ധപ്പെട്ടവ ഏതെല്ലാമെന്നാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് കരിങ്കുപ്പായക്കാരെന്ന് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഗെസ്റ്റപ്പോ കൊടുത്തിട്ടുണ്ട്, ഹോളോകാസ്റ്റ് കൊടുത്തിട്ടുണ്ട്, മെയിൻ ക്യാമ്പ് കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം ഇതിൽ കരിങ്കുപ്പായക്കാർ വരത്തില്ല, കാര്യം അത് മുസോളിനിയുടേതാണ് കരിങ്കുപ്പായക്കാർ. പക്ഷേ ഇതിനകത്ത് ഗെസ്റ്റപ്പോയും ഹോളോകാസ്റ്റും മെയിൻ ക്യാമ്പും വരും അല്ലേ. ഗെസ്റ്റപ്പോ നമ്മുടെ ഹിറ്റ്ലറിൻ്റെ രഹസ്യ പോലീസാണ്, അല്ലെങ്കിൽ സ്പൈ ആണ് അറിയപ്പെടുന്നത്. ഹോളോകാസ്റ്റ് കൂട്ടക്കുരുതി, അദ്ദേഹം ജൂതമതക്കാരെ ഒരുമിച്ച് ചേർത്ത് കൊല്ലുന്നതും ഒരുമിച്ച് ഗ്യാസ് ചേമ്പറിലിട്ട് കൊല്ലുന്നതിനേക്കാണ് ഹോളോകാസ്റ്റ് എന്ന് പറയുന്നത്. മെയിൻ ക്യാമ്പ് ഹിറ്റ്ലറിൻ്റെ ആത്മകഥയാണ് അല്ലേ. അപ്പോൾ ഇതിനകത്ത് 2, 3, 4 വരുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. 9ാമത്തെ ചോദ്യം, ഐക്യരാഷ്ട്ര സംഘടന സൃഷ്ടിച്ചതിന് മനുഷ്യനെ സ്വർഗത്തിലേക്ക് നയിക്കാനല്ല, മറിച്ച് നരകത്തിൽ നിന്ന് രക്ഷിക്കാനാണ്. ഇത് ആരുടെ വാക്കുകൾ എന്നാണ് ചോദ്യം. വളരെ നല്ല കോട്ടിങ്സ് ആണ്. ഐക്യരാഷ്ട്ര സംഘടന സൃഷ്ടിച്ചത് എന്താണ്? മനുഷ്യനെ സ്വർഗത്തിലേക്ക് നയിക്കാനല്ല, മറിച്ച് നരകത്തിൽ നിന്ന് രക്ഷിക്കാനാണ് എന്ന് പറഞ്ഞത് ആരുടെ വാക്കുകൾ എന്നാണ് നമ്മുടെ 9ാമത്തെ ചോദ്യം. അപ്പോൾ 9ാമത്തെ ചോദ്യത്തിൻ്റെ ശരി ഉത്തരം നിങ്ങളെ കൊണ്ട് കണ്ടെത്താനായിട്ട് കഴിഞ്ഞു എന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ ആരുടെ വാക്കുകളാണിത്? ഓപ്ഷൻ
ബി ആണ് ശരി ഉത്തരം വരുന്നത്. ഡാഗ് ഹാമർഷോൾഡിൻ്റെ ആണ് അല്ലേ? അപ്പോൾ ഡാഗ് ഹാമർഷോൾഡിൻ്റെയാണ് എന്ത്? ഐക്യരാഷ്ട്ര സംഘടന സൃഷ്ടിച്ചത് മനുഷ്യനെ സ്വർഗത്തിലേക്ക് നയിക്കാനല്ല, മറിച്ച് നരകത്തിൽ നിന്ന് രക്ഷിക്കാനാണ് എന്ന് പറഞ്ഞത് ആരുടെ വാക്കുകളാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം വരുന്നത്. ആരാണ്? ഡാഗ് ഹാമർഷോൾഡിൻ്റെയാണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് തന്നെ കിടക്കാം. അടുത്ത ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക. ന്യൂയോർക്കിലെ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി അടുത്തിടെ നിയമിതനായ വ്യക്തി ആരെന്നാണ് ചോദ്യം. ശ്രദ്ധിക്കുക, ന്യൂയോർക്കിലെ ഐക്യരാഷ്ട്ര സംഘടനയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായിട്ട് അടുത്തിടെ നിയമിതനായ വ്യക്തി ആരെന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം. ആരാണ്? അപ്പോൾ ഇതിനകത്ത് 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ തെറ്റിക്കുന്നതാണ്. കാര്യം ഇതിനകത്ത് തിരുമൂർത്തി എന്ന് പറയുന്നൊരു പേര് കൊടുത്തിട്ടുണ്ട്, പക്ഷേ പുള്ളിക്കാരനല്ല. ഇതിനകത്ത് ഉത്തരം വരുന്നത് രുചിര കാംബോജ് ആണ് കേട്ടോ. രുചിര കാംബോജ് ആണ് എന്ത് ചെയ്യുന്നത്? ന്യൂയോർക്കിലെ ഐക്യരാഷ്ട്ര സംഘടനയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി അടുത്തിടെ നിയമിതനായ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ രുചിര കാംബോജ് ആണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം വരുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്കടുത്ത് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഗൗതം അദാനിയെക്കുറിച്ച് ഒരു പുസ്തകമുണ്ട് കേട്ടോ. ഗൗതം അദാനി മാൻ ഓഫ് ചേഞ്ച് ഇന്ത്യ. ഓക്കെ, ദ മാൻ ഹൂ ചേഞ്ച് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരെന്നാണ് ചോദ്യം. ശ്രദ്ധിക്കുക, ഗൗതം അദാനിയെക്കുറിച്ചുള്ള പുസ്തകമാണ് ഗൗതം അദാനി മാൻ ഹൂ ചേഞ്ച് ഇന്ത്യ. ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. RN ഭാസ്കർ ആണ് കേട്ടോ. അപ്പോൾ RN ഭാസ്കറിൻ്റെ പുസ്തകത്തിൻ്റെ പേരാണ് ഗൗതം അദാനി ദ മാൻ ഹൂ ചേഞ്ച് ഇന്ത്യ. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്കടുത്ത് മൂന്നാമത്തെ ചോദ്യം. സംസ്ഥാനത്ത് ആദ്യമായിട്ട് ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ച ജില്ല ഏതെന്നാണ് ചോദ്യം. ശ്രദ്ധിക്കുക, സംസ്ഥാനത്തിൽ ആദ്യമായി ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ച ജില്ല ഏതെന്ന് ചോദിച്ചാൽ അത് ഓപ്ഷൻ ഡി ആണ്. വയനാടാണ് കേട്ടോ. വയനാട്ടിലാണ് സംസ്ഥാനത്ത് ആദ്യമായിട്ട് ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചത് എന്നറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം, ഏത് ടെക് ജെയിൻ്റ് ആണ് ഇന്ത്യയിലെ വനിതാ സ്ഥാപകർക്കായിട്ട് ഒരു സ്റ്റാർട്ടപ്പ് ആക്സിലേറ്റർ പ്രോഗ്രാം പ്രഖ്യാപിച്ചത്? ശ്രദ്ധിക്കുക, ഏത് ടെക് ജെയിൻ്റ് കമ്പനിയാണ് ഇന്ത്യയിലെ വനിതാ സ്ഥാപകർക്കായിട്ട് ഒരു സ്റ്റാർട്ടപ്പ് ആക്സിലേറ്റർ പ്രോഗ്രാം ആരംഭിച്ചത് എന്നാണ് ചോദ്യം. ആരായിരിക്കും? ഓപ്ഷൻ ഡി ആണ്. ഗൂഗിളാണ് കേട്ടോ. ഗൂഗിളാണ് എന്ത് ചെയ്യുന്നത്? വനിതകൾക്കായിട്ട് അല്ലെങ്കിൽ വനിതാ സ്ഥാപകർക്കായിട്ട് ഒരു സ്റ്റാർട്ടപ്പ് ആക്സിലേറ്റർ പ്രോഗ്രാം ആരംഭിച്ചത് ഗൂഗിളാണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് ഇതുവരെ പറഞ്ഞ ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഇതുവരെ പറഞ്ഞ 15 കറണ്ട് അഫെയർ ചോദ്യങ്ങൾ ഒന്നും കൂടി പറയാം. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ്റെ സെക്യൂരിറ്റി ഡിഫൻസ് കൺസൾട്ടേഷനുകളുടെ ആദ്യ വേദി ചോദിച്ചാൽ ബ്രസൽസ് ആണ്, ബെൽജിയമാണ്. മിതാലി രാജിൻ്റെ സിനിമയാണ് സബാഷ് മിതു. ഇതിലെ നടിയാരെന്ന് ചോദിച്ചാൽ തപ്സി പന്നു ആണ്. ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റിയുടെ നിലവിലെ ഡയറക്ടർ ജനറൽ ആരെന്ന് വെച്ചാൽ സുൽഫീഖർ ഹസനാണ്. 68ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച നടി ആരാണെന്ന് ചോദിച്ചാൽ അപർണ ബാലമുരളിയാണ്. യോഗയിലൂടെ വിട്ടുമാറാത്ത രോഗങ്ങളും ജീവിതശൈലി ക്രമക്കേടുകളും പരിഹരിക്കുന്നതിനുള്ള ആയു ആപ്പ് കൊണ്ടുവന്നത് കർണാടകയാണ്. ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് 2022 ഒന്നാമതെത്തിയത് ജപ്പാനാണ്. 4 വർഷത്തെ ഹ്രസ്വകാല സേവനത്തിനുള്ള നമ്മുടെ അഗ്നിപഥ് പദ്ധതി സൈനിക കാര്യ വകുപ്പിൻ്റെ കീഴിലാണ് വരുന്നത്. ഹിറ്റ്ലറുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ് ഗസ്റ്റപ്പോ ഹോളോകാസ്റ്റ് മെയിൻ ക്യാമ്പ്. ഐക്യരാഷ്ട്ര സംഘടന എന്തല്ല മനുഷ്യനെ സ്വർഗത്തിലേക്ക് നയിക്കാനല്ല, മറിച്ച് നരകത്തിൽ നിന്ന് രക്ഷിക്കാനാണെന്ന് പറഞ്ഞത് ഡാഗ് ഹാമർഷോൾഡ് ആണെന്ന് അറിഞ്ഞിരിക്കുക. നമ്മുടെ ന്യൂയോർക്കിലെ ഐക്യരാഷ്ട്ര സംഘടനയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായിട്ട് അടുത്തിടെ തിരഞ്ഞെടുത്ത വ്യക്തി ആരെന്ന് വെച്ചാൽ രുചിര കാംബോജ് ആണ്. ഗൗതം അദാനി മാൻ ഹൂ ചേഞ്ച് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് RN ഭാസ്കറാണ്. സംസ്ഥാനത്തിൽ ആദ്യമായി ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ച ജില്ല ചോദിച്ചാൽ വയനാടാണ്. ഏത് ടെക് ജെയിൻ്റ് ആണ് ഇന്ത്യയിലെ വനിതാ സ്ഥാപകർക്കായിട്ട് ഒരു സ്റ്റാർട്ടപ്പ് ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ അത് ഗൂഗിളാണെന്ന് കൂടി അറിഞ്ഞിരിക്കുക. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളിൽ വേറെ സംശയങ്ങളൊന്നുമില്ല, ക്ലിയർ ആണെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുക, 1-2 തവണ ഈ വീഡിയോ കാണുക, കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി തന്നെ പഠിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഫലപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തീർച്ചയായും നിങ്ങളുടെ കമൻറ്റുകൾ എന്ത് ചെയ്യുക, വീഡിയോയിൽ അറിയിക്കുക. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് തന്നെ ഇൻസ്റ്റാഗ്രാമിലൂടെ മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിലേക്കുള്ള ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം. അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെ ചാനലിലേക്ക് ജോയിൻ ചെയ്യുക. അതിലേക്കുള്ള ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.